ഇന്നൊരു കുഞ്ഞ് ഈവനിങ് വ്ലോഗാണ്. ഇന്ന് ചായരോടെ കഴിക്കാനായിട്ട് വായനയിലപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ വായനയിലപ്പം എന്നാ പറയുന്നത് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാമേ. ഞാനിവിടെ ഒരു ബൗളിലോട്ട് പച്ചരിപ്പൊടിയും ഗോതമ്പ് പൊടിയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരു പൊടി യൂസ് ചെയ്ത് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആണ്. ഇതിനാവശ്യമായിട്ടുള്ള ശർക്കര നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ പഴം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്കയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണേ. മാവിലോട്ട് ഒരു നുള്ളു ഉപ്പും മാറ്റി വെച്ചേക്കുന്ന ശർക്കരയും ചിരുകി വെച്ചേക്കുന്ന തേങ്ങയും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വെച്ചേക്കുന്ന പഴവും പിന്നെ ഉണക്കമുന്തിരിയും നെയ്യും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാമേ. ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കൂലേ, അതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസി വേണം കേട്ടോ. ഓവറായിട്ട് വെള്ളം കൂടി പോകാനും പാടില്ല. ഇല നല്ലതുപോലെ കഴുകിയിട്ട് ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇവിടെ ഈർക്കലില്ലാത്തത് കൊണ്ട് ഞാനൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് ഓരോ ഉരുള മാവ് എടുത്ത് അതിലോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. വയനയില നമുക്കിവിടെ ദുബായിലൊന്നും കിട്ടത്തില്ല. അമ്മ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഓരോന്നും നമുക്ക് ഇതുപോലെ ആക്കി എടുക്കാം. ഇത് ചെയ്തുകൊണ്ട് നിന്നപ്പോൾ മോന് ഇത് ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ അവന് ഒരു ഇല കൊടുക്കുകയാണ്. അപ്പോൾ അവൻ എന്തൊക്കെയോ ആക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അവൻ ഇതുപോലെ ഒരു മാവ് ഉരുള കയ്യിലെടുത്തിട്ട് ആ ഇലയിലോട്ട് ആക്കി വെക്കുകയാണ് കേട്ടോ. എല്ലാം നമുക്ക് ഇതുപോലെ ആക്കി എടുത്തിട്ട് ഒരു 20 മിനിറ്റ്സ് ഒന്ന് ആവി കയറ്റി എടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ വയനയില അപ്പം റെഡി ആയിട്ട് വരുമേ. 20 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്കൊന്ന് ചെന്ന് നോക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ വയനയില അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. നല്ലൊരു വയനയിലയുടെ സ്മെല്ലാണ് കേട്ടോ ഇവിടെ മൊത്തത്തിൽ. കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ചായയുടെ കൂടെ ഇന്ന് വയനയില അപ്പം ആയിരുന്നു. നിങ്ങൾക്ക് ഇന്ന് എന്തായിരുന്നെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്.